അപ്പോൾ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം, എന്താണ് എടുക്കാമെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. എൻ്റെ ശബ്ദം ഇങ്ങനെ ആയത് എനിക്ക് ജലദോഷം പനിയാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് മുന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ വയ്യായിക്കൊന്ന് സെറ്റായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി റെഡിയായി ഇറങ്ങി. കാരണം ഞങ്ങൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ യാത്ര പോകാൻ. കാരണം ഇതൊരു സർപ്രൈസാണ്. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങണതും ഇറങ്ങണതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ 1 മണിയൊക്കെ ആയി ഞങ്ങൾ ഉറങ്ങുമ്പോൾ തന്നെ. അതുകൊണ്ട് ഒരുങ്ങണതും ഇറങ്ങണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉണ്ണി നല്ല വാശിയായിരുന്നു. കാരണം ആ ഉറക്കത്തിൽ നിന്ന് അവൾ എണീപ്പിച്ച കാരണം അവൾ നല്ല വാശിയായിരുന്നു. അവൾ വണ്ടി കയറിയ പാടെ കിടന്ന് ഉറങ്ങിയിട്ടാ. ഞങ്ങൾക്ക് അവിടെ പുലർച്ചെ ആകുമ്പോഴത്തേന് എത്തിയാൽ മതി. പക്ഷെ ഞങ്ങൾ റോഡും വല്ല ബ്ലോക്കും കിട്ടി ഞങ്ങൾ ലേറ്റ് ആണ്ടാവും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരത്തെ ഇറങ്ങിയത്. അങ്ങനെ പോണ പോക്കിൽ ഓരോ ചായയൊക്കെ കുടിച്ച് കുറച്ച് റിലാക്സ് ആയിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാൾക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ണിയുടെ കാരണം. അതുകൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായ കാരണം ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് മെല്ലെയാണ് ഡ്രൈവ് ചെയ്ത് പോയത്. എനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇക്കാനെ പോസ്റ്റ് ആക്കണ്ട വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങി മെല്ലെ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ സ്പോട്ട് എത്തിയപ്പോൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ ഒരു ചായ കൂടി കുടിച്ചിട്ട് കുറച്ചും കൂടി അവിടെ കഥ പറഞ്ഞ് നിന്ന് ഞങ്ങൾ ഫുള്ള് പറഞ്ഞിരുന്നത് ഈ സർപ്രൈസിൻ്റെ കാര്യങ്ങളായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ആ സ്പോട്ട് എത്തണ വരെ ഞങ്ങൾ സർപ്രൈസിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. എൻ്റെ മോളാകെ വണ്ടറടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പാടെ കാണുന്നത് പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ പുതിയ ആൾക്കാരൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ആ സ്ഥലത്തെത്തി. സ്ഥലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് എടുക്കാമെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്, നെടുമ്പാശ്ശേരി. അങ്ങനെ എൻ്റെ അളിയനെ വിളിക്കാനാണ് വന്നിട്ടുള്ളത്, അതായത് എൻ്റെ താത്താടെ ഹസ്ബൻഡ്. അളിയൻ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാറും നമ്പറും സിഗ്നലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടാ സർപ്രൈസ്. ആൾ നോക്കി നിൽക്കണതാണ് ആ കാണുന്നത്. ഞങ്ങളവിടെ എത്തി ഹോൺ അടിച്ച് ഞങ്ങൾ ഫോൺ ചെയ്തപ്പോഴാണ് ആൾ പിന്നെ ഞങ്ങളെ കണ്ടത്. അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അളിയനെ ലഗേജൊക്കെ വണ്ടി കയറ്റിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അളി ഇന്ന് വരുന്ന ആർക്കും അറിയുന്നില്ല. കാരണം ഈ മാസം വരുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഡേറ്റും ടൈമൊന്നും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഇന്നോട് ഇക്കാടും മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ഓരോ ചായ കുടിക്കാനാണ്. അവിടെ നിന്ന് ഓരോ ചായ കുടിച്ച് ഞങ്ങൾ അളിയൻ്റെ യാത്രകളും ഞങ്ങളെ യാത്രകളൊക്കെ കുറിച്ചിരുന്ന് വർത്താനം പറഞ്ഞിട്ട് അവിടെ നിന്ന് മെല്ലെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ വണ്ടി കയറിയ പാടെ ഞാൻ ഉറങ്ങി ഉണ്ണിനിട്ട്. കാരണം ഇക്കാക്ക് കമ്പനിക്ക് അളിയനുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഉറങ്ങി. പിന്നെ നമ്മളുടെ റോഡ് നല്ല അടിപൊളി റോഡായ കാരണം അവർക്ക് പിന്നെ സംസാരിക്കാൻ വേറെ ടോപ്പിക്കിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുള്ള് അതിനെക്കുറിച്ചായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. അങ്ങനെ മെല്ലെ മെല്ലെ ആ റോട്ടിൽ കൂടെ ഒക്കെ എടുത്ത് ഞങ്ങൾ എത്താനായപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അതുവരെ ഞാൻ പിടിച്ചു നിന്നിരുന്ന ഓരോ ചായമ്മലാണ്. എന്നിട്ടും എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാട്ടാ ഞാൻ ഛർദ്ദിച്ചത്. റോഡിൻ്റെ അവസ്ഥയും പിന്നെ എനിക്ക് ലോങ് യാത്ര ഒന്നും പറ്റുമായിരുന്നില്ല. 2 വീലറിൽ ഞാൻ ഓക്കെയാണ് കേട്ടോ. 2 വീലറിൽ ഞാൻ എവിടെ വേണേലും പോകും, എത്ര ദൂരം വേണേലും പോകും, അതെനിക്ക് സീനില്ല. പക്ഷേ കാർ എനിക്ക് ലോങ് ഒന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ ഈ പോർഷൻ ഞാൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അളിയൻ്റെ ഇക്കാടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ പോർഷൻ ആഡാക്കിയത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഒരു ചായക്കട കണ്ടിട്ട് അവിടുന്ന് ഓരോ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ നല്ല ടയേർഡായിരുന്നു. ഉണ്ണിനെ വരെ ഞാൻ അളിയൻ്റെ എല്ലാം കൊടുത്തത്. ഞാൻ പിന്നെ ബാക്കിൽ ഫുള്ള് കെടുപ്പായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുത്ത് തന്നത് ഇക്ക അളിയനൊക്കെ കൂടിയിട്ടാണ്. എനിക്കത്രയും വയ്യായിരുന്നു. ഞാൻ ഛർദ്ദിച്ചാൽ പിന്നെ എനിക്ക് തീരെ പറ്റില്ല. അങ്ങനെ നേരെ പോയത് വീട്ടിലേക്കാണ്. കാരണം അളിയനെ അവിടെ ഇറക്കിയിട്ട് വേണം ഇക്കാക്ക് എന്നെ വീട്ടിലാക്കിയിട്ട് വർക്കിന് പോകാൻ. അതുകൊണ്ട് പിന്നെ വേറെ എവിടെയും പോയില്ല. അങ്ങനെ വീടെത്തിയ പാടെ ഞാൻ ഇറങ്ങിയിട്ടാണ് അളിയനെ ഇറക്കിയത്, എനിക്ക് വീഡിയോ എടുക്കേണ്ട കാരണം. അങ്ങനെ അവർക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഉമ്മ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഡൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. അവൾ ഓരോ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പറയുകയാണ്. അതുകൊണ്ടാണ് ഉമ്മാനെ ഫ്രണ്ടിൽ നിർത്തിയത്. ഞാൻ അളിയൻ ഉണ്ണിനെ നോക്കി നടക്കുകയാണ്. ഉണ്ണിനെ ആദ്യമായിട്ടാണ് അളിയൻ കാണുന്നത്. അവൾ അളിയൻ്റെ ഒപ്പം പുറത്തായിരുന്നു കേട്ടോ. അവൾ കാരിങ് ആയപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് 4 മന്ത് 5 മന്ത് ആയപ്പോഴാണ് അളിയൻ നാട്ടിലേക്ക് വന്നിട്ട്. അളിയൻ ആദ്യമായിട്ടാണ് ഉണ്ണിനെ കാണുന്നത്. അതിൻ്റെ സ്നേഹപ്രകടനമാണ് നിങ്ങളാ കണ്ടത്. അങ്ങനെ ഞങ്ങൾ അളിയനെ ലഗേജൊക്കെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇക്കാക്ക് വർക്കും ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് പോണ വഴിക്കും ഞാൻ 2-3 വട്ടം ഛർദ്ദിച്ച്. അങ്ങനെ ഞാൻ നല്ല ടയേർഡായിരുന്നു. അതിന് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.